ഇപ്പോൾ കടക്കിലിൽ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുന്നു. തത്സമയം ഈ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ വികസനത്തിന്റെ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം കേരളത്തിനാണ്. എന്നാൽ ഇത്രയേറെ വലിയ മേനി നടിച്ച് പ്രസംഗിക്കുന്ന പ്രധാനമന്ത്രിയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിന് 10ാം സ്ഥാനം മാത്രമേ ഉള്ളൂ എന്നുള്ളത് അവരെ ഓർമ്മിപ്പിക്കണം. ഇവിടുത്തെ ആളുകൾ ഈ വന്ന റിപ്പോർട്ടിനകത്ത് പറഞ്ഞത് യൂറോപ്പിലെ പല രാജ്യങ്ങൾക്കും തുല്യമായ തരത്തിൽ ഇടത്തരം വികസനമുള്ള ഏറ്റവും വികസിത രാജ്യങ്ങളുടെ തൊട്ടു പിന്നാലെയുള്ള വികസനമുള്ള രാജ്യങ്ങൾക്ക് തുല്യമായ അവസ്ഥയിലാണ് കേരളമെന്ന് ഈ യുണൈറ്റഡ് നേഷൻസിന്റെ റിപ്പോർട്ടിനകത്ത് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രധാനമന്ത്രിയോട് അദ്ദേഹത്തിന്റെ സംസ്ഥാനം 10ാം സ്ഥാനത്തായത് എന്താണെന്ന് ചോദിക്കുന്നതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിക്ക് മറുപടി പറയാനുള്ള തരത്തിലേക്ക് ഈ കാര്യങ്ങളാകെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം. ഇന്ത്യക്കാകെ ഇങ്ങനെ മാതൃകയായി കേരളം മാറിയത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹത്തോട് പറയണം. അത് ഇന്ത്യയിൽ ഇങ്ങനെ വന്നത് മറ്റത്ഭുതം കൊണ്ടൊന്നല്ല. കഴിഞ്ഞ 60 വർഷക്കാലത്തിനിടയിൽ കുറേയേറെ കാലം ഭരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളത്തിലെ ഈ വികസനത്തിന് അടിത്തറയിട്ടത്. ആ അടിത്തറ കൊണ്ടാണ് കേരളം വികസിച്ചത് എന്ന് കൃത്യമായി പറയുവാനും അത് അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുവാനും കേരളത്തിലെ ജനങ്ങൾ തയ്യാറാണ്. There is another reason. Coming to Kerala and hearing about the corruption in Kerala, many of us in Delhi were shocked, because in India a clean government, a non-corruptible government is normally associated with Kerala. But after what we saw with this Umman Chandi government, its corruption, and what Mr. Modi was telling that they will give an incorruptible government in the center. In the first year of Mr. Modi's government, you had various scams that were coming out in all the BJP-led states. You had the Vaipam scam in Madhya Pradesh, and in the parliament, we had to struggle in a big way for what is called the IPL scam, the cricket scam with Lalit Modi, in which our foreign minister is involved, the Rajasthan BJP chief minister is involved. So all these corruption cases are now surfacing. But BJP says, you see, unlike Congress governments, 2G scam, CWG scam, CG scam, all the G scams, they are not corruptible. So you have to tell Mr. Modi, I tell him in the parliament. I said, remember Mr. Prime Minister, the Manmohan Singh government corruption scandals came after 7 years of its rule. You are still in your second year. You still have 1 more year to go before all these scams will come up. And that is already in the making, you are seeing. So not only is there intolerance and communalism, there is also growing corruption. And that is a common thing between the Umman Chandi UDF government here and also the central government of Mr. Modi. മറ്റൊരു കാര്യം ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അഴിമതിയെ സംബന്ധിച്ചാണ്. കേരളത്തിൽ ഡൽഹിയിൽ ഞങ്ങൾ അത്ഭുതപ്പെടുകയാണ് കേരളത്തിലെ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇപ്പോൾ വരുന്ന അഴിമതികൾ. മുമ്പ് ഇത്രയും വലിയ അഴിമതികൾ കേരളത്തിൽ കേട്ടിട്ടില്ല. പക്ഷെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വന്നതോടുകൂടി ഇന്ത്യയിലെ മറ്റ് അഴിമതി നിറഞ്ഞ സംസ്ഥാനങ്ങൾക്കൊപ്പം നിൽക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കേരളവും അഴിമതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. BJP ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ അഴിമതി ഉണ്ടാവില്ല എന്നാണ്. പക്ഷെ അവർ അധികാരത്തിൽ വന്ന ആദ്യ വർഷം തന്നെ വ്യാപം അഴിമതി, മധ്യപ്രദേശിലെ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വ്യാപം അഴിമതി, അതുപോലെ തന്നെ IPL ലളിത് മോഡി എന്ന് പറയുന്ന IPL-ന്റെ ബന്ധപ്പെട്ട ആളുമായി ചേർന്ന വലിയ അഴിമതി, അത്തരം നിരവധി, അതിനകത്ത് വിദേശകാര്യമന്ത്രി ശ്രീമതി സുഷമ സ്വരാജ് അടക്കമുള്ള ആളുകൾ ബന്ധപ്പെട്ട അഴിമതി കേസുകൾ ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ്. BJP ഗവൺമെന്റ് വന്നപ്പോൾ ശ്രീ മോഡി പറഞ്ഞു, ഞങ്ങൾ കോൺഗ്രസ് ഗവൺമെന്റിനെ പോലെയല്ല, ഞങ്ങൾ അഴിമതി ഒക്കെ തടഞ്ഞു നിർത്തും, ഞങ്ങളൊക്കെ ഇല്ലാതാക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ മോഡി വന്ന 1ാം വർഷം സംഭവിച്ച കാര്യമാണിത്. നേരത്തെ ഇക്കാര്യം സംസാരിച്ചുകൊണ്ട് പാർലമെന്റിൽ ഞാൻ പറയുകയുണ്ടായി, ഒരു കാര്യം ഓർമ്മിച്ചോളൂ ശ്രീ മോഡി പ്രധാനമന്ത്രി, നിങ്ങൾ മൻമോഹൻ സിംഗിന്റെ കാര്യം പറയുമ്പോൾ മൻമോഹൻ സിംഗ് 7 വർഷം ഭരിച്ചതിന് ശേഷമാണ് ഈ അഴിമതിക്കാര്യമൊക്കെ പുറത്തു വന്നതും അഴിമതി കാര്യമായിട്ട് വന്നതും. പക്ഷെ ഒറ്റ വർഷമായിട്ടുള്ളൂ മോഡി അധികാരത്തിൽ വന്നിട്ട് ഇത്രയേറെ അഴിമതി വന്നു. അതുകൊണ്ട് അഴിമതി നിങ്ങൾ കുറച്ചു കാലം കൂടെ അധികാരത്തിലിരിക്കുകയാണെങ്കിൽ രാജ്യത്തെ അഴിമതിയിൽ മുക്കിക്കൊല്ലും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ കോൺഗ്രസും BJP-യും ഒരേപോലെ തന്നെ ഇക്കാര്യത്തിനകത്ത് ചേർന്ന് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അഴിമതിയുടെ കാര്യത്തിൽ രണ്ടുപേരും അഴിമതിയുടെ കാര്യത്തിൽ പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വസ്തുത. That is why I was very surprised. Yesterday, your chief minister has said that the main fight in Kerala is between the UDF and the BJP, and that is what the contest will be. Yes, in a sense it will be a contest between UDF and the BJP,
and that contest will be for who will be the second position after the LDF. So they are fighting now to who will be in the second position after the LDF. But that statement itself by your Chief Minister betrays another conspiracy that you must all be prepared to defeat. And that is, by making the statement, your Chief Minister has betrayed the fact that there is some secret understanding that is going on between the BJP and the UDF and between the Congress and the RSS, and that is the match fixing that takes place there. BJP is an expert at match fixing. That is why a good cricketer, Srishant, once, but who was caught in match fixing, Srishant is BJP's candidate in these elections. So BJP is good at this match fixing. But this match fixing that is going on, and in Delhi, the general rumor is that there are 5 constituencies where the RSS wants to bring the BJP into your Kerala assembly for the first time. Oommen Chandy is agreeing to that in return for the RSS support in the other constituencies. This is the Congress. They can never fight communalism. They can never fight intolerance. They can never give a clean government, uncorruptible government. But this match fixing you will have to defeat. And to defeat that match fixing, LDF and Comrade Mullakara Ratnakaran will have to be elected with such a big margin that whatever match fixing takes place, that can be defeated, and you must accept the people of Kerala are not fools, Mr. Modi and Mr. Chandy. They see your games, and we will defeat those games. That must be your answer in these elections. അത്ഭുതകരമായ മറ്റൊരു കാര്യം ഇന്നലെ കേരളത്തിലേക്ക് വന്നപ്പോൾ കണ്ടത്, ഇന്നലെ ശ്രീ ഉമ്മൻചാണ്ടി നടത്തിയൊരു പ്രസ്താവനയാണ്. അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ മത്സരം നടക്കുന്നത് ഇപ്പോൾ കോൺഗ്രസും BJPയും UDFും BJPയും തമ്മിലാണ്, കോൺഗ്രസും BJPയും തമ്മിലാണ്. ശരിയാണ് അദ്ദേഹം പറഞ്ഞത്, മത്സരം നടക്കുന്നത് രണ്ടുപേരും തമ്മിലാണ്. പക്ഷേ ആ മത്സരം 2ാം സ്ഥാനത്ത് ആരെത്തും എന്നുള്ള കാര്യത്തിനാണ്. LDF 1ാം സ്ഥാനത്തെത്തും, 2ാം സ്ഥാനത്ത് BJP ആണോ കോൺഗ്രസ് ആണോ എന്നുള്ള കാര്യത്തെ സംബന്ധിച്ചാണ് ആ മത്സരം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ പ്രസ്താവന നമ്മൾക്ക് മുന്നിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. രഹസ്യമായി ഉമ്മൻചാണ്ടി നടത്തുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് നടത്തുന്ന ചില പദ്ധതികളെ സംബന്ധിച്ച് വ്യക്തമാക്കുന്നതാണ്. BJPയും UDFും തമ്മിൽ ചില രഹസ്യമായ ധാരണകൾ ഉണ്ടാക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. കോൺഗ്രസും RSSും തമ്മിൽ ചില രഹസ്യ ധാരണകൾ, ഈ വാതുവെപ്പിന്റെ ഭാഗമായിട്ട് ക്രിക്കറ്റ് കളിയിലൊക്കെ അറിഞ്ഞുകൊണ്ട് തോറ്റുകൊടുത്തിട്ട് വാതുവെപ്പിനെ സഹായിക്കുന്ന മാച്ച് ഫിക്സിംഗ് എന്ന് പറയുന്ന സമ്പ്രദായം ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് BJP തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കുന്ന ശ്രീനാഥ് എന്ന് പറയുന്ന കളിക്കാരൻ, ക്രിക്കറ്ററാണ്. അദ്ദേഹം വാതുവെപ്പിന് പണ്ട് ക്രിക്കറ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളാണ്. അദ്ദേഹത്തെയാണ് വാതുവെപ്പിനായിട്ട് ഇപ്പോൾ വീണ്ടും തിരുവനന്തപുരത്ത് കൊണ്ട് മത്സരിപ്പിക്കാൻ BJP തയ്യാറായിരിക്കുന്നത്. ഏതായാലും RSSും BJPയും തമ്മിലുള്ള ഇത്തരത്തിലുള്ള ധാരണകളുടെ കാർമ്മികത്വം വഹിക്കുന്നത് ഉമ്മൻചാണ്ടിയാണ്. അദ്ദേഹം ഇക്കാര്യത്തിന് വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. മോഡിയും ഉമ്മൻചാണ്ടിയും ഒരു കാര്യം മനസ്സിലാക്കണം, കേരളത്തിലെ ജനങ്ങൾ വെറും വിഡ്ഢികളല്ല, ഇക്കാര്യമൊക്കെ അവർ മനസ്സിലാക്കുന്നവരാണ്. നേരത്തെ അത് കണ്ടിട്ടുണ്ട്. നന്നായി മറുപടി കൊടുത്തുകൊണ്ട് ജനങ്ങൾ ഇതിനോട് പ്രതികരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. Not only here, but you also find another area where there is a commonality between the BJP and the Congress, and that is regarding the economic policies. And these economic policies you have seen. I don't go into the details, but you have seen in Kerala how the free trade agreements with the ASEAN countries have spelt ruin to many of the traditional commercial crop growers in Kerala. Whether it's rubber, whether it's coconut, whether it's the free palm oil imports that are ruining your traditional coir industry, whether it's cashew, whether it's cardamom, whether it's pepper, all these are being today ruined because of the policies being pursued earlier by the Congress and now being taken forward by the BJP and Mr. Modi. Mr. Modi is now going. He's going to Europe to sign a free trade agreement with the European Union. If that comes, then all our traditional produce will be completely destroyed, and we will only be creating conditions for greater profits of foreign capital at the destruction of our own people.
So what Kerala requires is an alternative economic policy direction. And that alternative economic policy direction is what the LDF has outlined. That is very crucial for the future of people of Kerala and for Kerala's economy itself. The youth of Kerala need not now migrate looking for jobs. You will have to create through these alternative economic policies conditions where our youth can work here and contribute to building a better Kerala and a better India. We have enough resources. Today there is no shortage of resources in India. We can create the infrastructure of Dubai and the Gulf in Kerala, in India, if we use this money for our people's welfare. That is what neither Congress nor the BJP are doing. That is what needs to be done. That is why for this reason also, electing the LDF and having an LDF government in Kerala is of utmost importance to say there is an economic policy alternative, people's-oriented economic policy alternative, and that is what the message you will, by electing LDF, give to the rest of the people in India. മറ്റൊരു മേഖലയിൽ തുല്യമായ സഹോദരന്മാരെ പോലെ കോൺഗ്രസും ബി ജെ പിയും പ്രവർത്തിക്കുന്നത് സാമ്പത്തിക രംഗത്തെ നയങ്ങളുടെ കാര്യത്തിലാണ്. ഇപ്പോൾ നേരത്തെ കോൺഗ്രസ് ഇരിക്കുന്ന സമയത്ത്, അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഒപ്പുവെച്ചിട്ടുള്ള പല അന്തർദേശീയ കരാറുകളും സ്വതന്ത്ര വ്യാപാര കരാറുകളും എങ്ങനെയാണ് കേരളത്തെ ബാധിക്കുന്നതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ആസിയൻ രാജ്യങ്ങളുമായി ഉണ്ടാക്കിയ കരാറിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിലെ റബ്ബറിൻ്റെ വിലയിടിഞ്ഞതും നമ്മുടെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നാളികേരത്തിൻ്റെയും അതുപോലെ കയർ വ്യവസായത്തിൻ്റെയും കശുവണ്ടി വ്യവസായത്തിൻ്റെയും ഏലം കൃഷിയുടെയും ഒക്കെ മേഖലയിലുണ്ടായിട്ടുള്ള കാര്യങ്ങൾ നന്നായി അറിയുന്നവരാണ് നിങ്ങൾ. ഇതേ നയം തന്നെയാണ് ബി ജെ പിയും തുടരുന്നത്. ഇപ്പോൾ അവർ ഈ അടുത്ത ദിവസം തന്നെ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ മോഡി യൂറോപ്പിലേക്ക് ഒരു പര്യടനത്തിന് പോകുന്നുണ്ട്. അവിടെ ഒരു സ്വതന്ത്ര വ്യാപാര കരാർ യൂറോപ്യൻ രാജ്യങ്ങളുമായി, യൂറോപ്യൻ യൂണിയനുമായി ഒരു വ്യാപാര കരാർ ഒപ്പുവെക്കാനാണ് പോകുന്നത്. അത് ഒപ്പുവെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെയും ഇന്ത്യയിലെയും ബാക്കിയുള്ള മേഖലയിലെ കൃഷിയും ഉൽപ്പാദനം അടക്കമുള്ള കാര്യങ്ങൾ കൂടി തകരും. അത് തകർന്നു കഴിഞ്ഞാൽ രാജ്യത്ത് ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. ഇപ്പം തന്നെ ഉണ്ടായ ബുദ്ധിമുട്ട് നമുക്കറിയാം, റബ്ബർ മേഖല അടക്കമുള്ളത്. അതുകൊണ്ട് ഇതിന് ബദലായിട്ട്, ഇതിന് പകരം ഒരു സാമ്പത്തിക നയം വേണം. അത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു മാനിഫെസ്റ്റോയിലൂടെ, പ്രകടന പത്രികയിലൂടെ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളിൽ അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ നാട്ടിൽ എല്ലാ മേഖലയിലും വികസനം ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള വളരെ കൃത്യമായ പദ്ധതികളുമായിട്ടാണ് ആ ബദൽ മാനിഫെസ്റ്റോ വെച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ യുവതലമുറ, യുവജനങ്ങൾക്ക് ഇനി വിദേശത്തേക്ക് കുടിയേറേണ്ട കാര്യമില്ല. ഈ നാട്ടിൽ തന്നെ ആവശ്യമായ ജോലി, ഉൽപ്പാദന രംഗം ഉൾപ്പെടെ വികസിപ്പിച്ചുകൊണ്ട് ജോലി ചെയ്ത് ജീവിക്കാൻ കഴിയുന്ന കൃത്യമായ ഒരു പദ്ധതിയാണ് ആ മാനിഫെസ്റ്റോയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. നമുക്കതിനാവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്, അതിനുവേണ്ടിയിട്ടുള്ള സാമ്പത്തിക സ്ഥിതിയുണ്ട്, നന്നായിട്ട് ഉപയോഗിക്കണം എന്നുള്ളത് മാത്രമാണ്. ദുബായിയെ പോലെയുള്ള ഒരു നഗരം സൃഷ്ടിക്കാൻ, അതിനുള്ള അടിത്തറ ഉണ്ടാക്കാൻ കഴിയുന്ന ശേഷിയൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈ സംസ്ഥാനത്തിനകത്തെ ആൾക്ക് ഇവിടെ നന്നായി ജീവിക്കാൻ കഴിയുന്ന ഒരു മാതൃക ഉണ്ടാക്കാൻ കഴിയുന്ന ബി ജെ പി രഹസ്യധാരണയെ ചൊല്ലി കോൺഗ്രസ് നേതൃത്വത്തിൽ ഭിന്നത. കേരളത്തിൽ UDFന്റെ പ്രധാന എതിരാളി BJP ആണ് എന്ന് ഉമ്മൻചാണ്ടി. എന്നാൽ മത്സരം LDFും UDFും തമ്മിലാണെന്ന് ഉമ്മൻചാണ്ടിയെ തിരുത്തി സുധീരനും ആന്റണിയും രംഗത്തെത്തി. അതേസമയം ആന്റണിയെയും സുധീരനെയും ഇരുട്ടത്ത് നിർത്തി ഉമ്മൻചാണ്ടി RSSുമായി ചർച്ച നടത്തുന്നുവെന്ന് കോടിയേരി ബാലകൃഷ്ണനും ആരോപിച്ചു. കേരളത്തിൽ BJP ശക്തമായി മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം UDFുമായിട്ടാണ് മത്സരം. അവിടെ മാർക്സിസ്റ്റ് പാർട്ടി മൂന്നാം സ്ഥാനത്താണ്. BJP ശക്തമായി മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ കേരളത്തിൽ ഇത്തവണ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് UDFും BJPയും തമ്മിലാണ് മത്സരമെന്നും LDF മൂന്നാം സ്ഥാനത്താണെന്നും പ്രചരിപ്പിക്കുന്നത് നിയമസഭയിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കാനാണ് ഉമ്മൻചാണ്ടി BJPക്ക് വേണ്ടി രംഗത്തിറങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശനെ ഇതിനുവേണ്ടി ഉമ്മൻചാണ്ടി ഏർപ്പാട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഈ സഖ്യത്തിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾ നടത്താൻ. AK ആന്റണി കഴിഞ്ഞ ദിവസം വന്നിട്ട് പറഞ്ഞത് LDFും UDFും തമ്മിലാണ് മത്സരം നടക്കുന്നതെന്ന്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു ശക്തമായ മത്സരമാണ് രണ്ട് മുന്നണികൾ തമ്മിൽ നടക്കുന്നത്. BJPക്ക് കേരളത്തിൽ ഒരു സ്ഥലത്തും സ്ഥാനമില്ല എന്ന് AK ആന്റണി കഴിഞ്ഞ ദിവസം വന്ന് പ്രഖ്യാപിച്ചു. ആ നിലപാടിന് ഘടകവിരുദ്ധമായൊരു നിലപാട് ഉമ്മൻചാണ്ടി സ്വീകരിക്കുന്നത്
ഉമ്മൻചാണ്ടിയും RSSും തമ്മിലാണ് ഈ ബന്ധമുണ്ടാക്കിയിട്ടുള്ളത്. VM സുധീരനെയും AK ആന്റണിയെയും ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് ഉമ്മൻചാണ്ടി RSS നേതാക്കന്മാരുമായി ചർച്ച ചെയ്ത് ഇപ്പോൾ ഈ ധാരണയുണ്ടാക്കിയിട്ടുള്ളത്. BJP ഏതെങ്കിലും തരത്തിൽ ഒരു മുന്നേറ്റത്തിന് കളമൊരുക്കും എന്നും കരുതുന്നില്ല. ഇവിടെ പ്രധാന മത്സരം നടക്കുന്നത് UDFും LDFും തമ്മിലാണ്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. ആ മത്സരം മുന്നോട്ട് പോകും. ഇതിനിടയിൽ നുഴഞ്ഞു കയറാൻ പിന്നെ അവർ ശ്രമിക്കും. പക്ഷേ അവർക്ക് അങ്ങനെ നുഴഞ്ഞു കയറാൻ കേരളം അവസരം കൊടുക്കില്ല. കേരളത്തിലെ ഇലക്ഷനിൽ ഭരണം കിട്ടാൻ വേണ്ടി മത്സരിക്കുന്നത് UDFും LDFും തമ്മിലാണ്. പക്ഷെ എൻ്റെ ആഗ്രഹം BJP ഭരണം കിട്ടാൻ വേണ്ടിയല്ല മത്സരിക്കുന്നെങ്കിലും BJP കേരള നിയമസഭയിൽ അക്കൗണ്ട് തുറക്കുന്നത് പോലും നല്ലതല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അത്ര ശക്തമല്ലോ കേരളത്തിൽ BJP അവരെ ഞങ്ങൾക്ക് ഇവിടെ തന്നെ കൈകാര്യം ചെയ്യാം. കേരളത്തിൽ അങ്ങനെ ഒരു അങ്ങനെ കരുത്തില്ല. അങ്ങനെ ഇതൊക്കെ ഓകളമാണ്, തിളക്കമാണ്, വേരോട്ടം കുറവാണ്. കേരളത്തിൽ മത്സരം നടക്കുന്നത് UDFും BJPയും തമ്മിലാണ് എന്ന CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രസ്താവനയെ സീതാറാം യെച്ചൂരി പരിഹസിക്കുകയും ചെയ്തു. ശരിയാണ് അദ്ദേഹം പറഞ്ഞത്. കേരളത്തിൽ മത്സരം നടക്കുന്നത് ഈ രണ്ട് പാർട്ടികളും തമ്മിലാണ്. പക്ഷേ ഒന്നാം സ്ഥാനത്ത് LDF തന്നെ വരും. രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയാണ് BJPയും UDFും മത്സരിക്കുന്നത് എന്നാണ് അദ്ദേഹം നിലവിൽ പരിഹസിക്കുകയും ചെയ്തത്. അതേസമയം കേരളത്തിൽ മത്സരം UDFും BJPയും തമ്മിലാണെന്ന പ്രസ്താവനയ്ക്ക് പിണറായി വിജയന്റെ മറുപടി. ഉമ്മൻചാണ്ടി BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സാഹചര്യം ഒരുക്കുന്നുവെന്ന് പിണറായി. കോലിബി സഖ്യം ഉണ്ടാക്കാനാണ് ഉമ്മൻചാണ്ടിയുടെ ശ്രമം. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് വിഭ്രാന്തിയാണ്. ഉമ്മൻചാണ്ടി BJPക്ക് ഉത്തേജനം നൽകാനുള്ള കരാറെടുത്തുവെന്നും പിണറായി കണ്ണൂരിൽ പറഞ്ഞു. നരേന്ദ്രമോദി വന്നിട്ടും ഉണർവ് വരാത്ത BJPക്ക് ഉണർവ് നൽകാനാണ് ഉമ്മൻചാണ്ടി ഉദ്ദേശിച്ചത്. അതിൻ്റെ ഭാഗമായാണ് ഇന്നത്തെ ഉമ്മൻചാണ്ടിയുടെ വെളിപ്പെടുത്തൽ. ഇപ്പോൾ മറ്റൊരു പ്രകടിത രൂപം വരുന്നത് BJPയെ ഈ കേരളത്തിലെ ഏറ്റവും വലിയ ശക്തിയായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ഇപ്പോഴും ത്രിപുരയിൽ പ്രതിപക്ഷ നേതാവടക്കം ഏതാനും MLAമാർ BJPയിലേക്ക് പോയതും നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. ഒരു സീറ്റും കേരളത്തിൽ BJPക്കും NDAക്കും നേടാൻ കഴിയുന്ന സാഹചര്യം നിലനിൽക്കുന്നില്ല.